തോക്കു ചൂണ്ടിയ സംഭവത്തിൽ പി.സി. ജോർജിന് പിന്തുണയുമായി കയ്യേറ്റക്കാർ എന്ന് ആരോപിക്കുന്ന കുടുംബങ്ങൾ കരമടയ്ക്കുന്ന തങ്ങളുടെ ഭൂമിയിൽ നിന്നും ഹാരിസൺ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടാൻ ശ്രമിക്കാറുണ്ടെന്നും ഇതിലിടപെടാൻ വന്ന പി.സി. ജോർജിനെ തടഞ്ഞപ്പോഴാണ് പി.സി. തോക്കെടുത്തതെന്നും ഇവർ പറഞ്ഞു. നാളെ മുണ്ടക്കയം പഞ്ചായത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാരിസൺ മുണ്ടക്കയം വെള്ളനാട് എസ്റ്റേറ്റിന് സമീപത്ത് താമസിക്കുന്ന 52 കുടുംബങ്ങളാണ് പി.സി. ജോർജിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇവരും ഹാരിസൺ തോട്ടത്തിലെ തൊഴിലാളികളും തമ്മിലുണ്ടായ തർക്കം പറഞ്ഞു തീർക്കാൻ എത്തിയപ്പോഴായിരുന്നു പി.സി. തോക്കെടുത്തത്. എന്നാൽ ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അദ്ദേഹത്തിന് പ്രാണരക്ഷാർത്ഥം തോക്കെടുത്തു. അത് വസ്തുതാപരമായ കാര്യമാണ്. അല്ലെങ്കിൽ MLA ആരെയും വെടിവെച്ചിട്ടില്ല. വർഷങ്ങളായി എസ്റ്റേറ്റിന് സമീപത്തായി താമസിക്കുന്നവരാണ് ഇവർ. കൃത്യമായി കരമടയ്ക്കുന്നവരും ഇവരുടെ കൂടെയുണ്ട്. എന്നിട്ടും ഹാരിസണിലെ തൊഴിലാളികൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും ഇറക്കിവിടാൻ ശ്രമിക്കുകയാണെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. അപ്പോൾ ഇവർ നിരന്തരം ഞങ്ങളെ വന്ന് ഉപദ്രവിക്കുകയും ചെയ്യും. റോഡിൽ നടക്കുമ്പോൾ ഇവർ ഈ ആവേശം പറയും, അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം പോലീസിൽ പരാതി കൊടുത്തിട്ടും ആരും അങ്ങോട്ടൊന്നും എത്തിപ്പോലും നോക്കുന്നില്ല. ഇതിനിടെ തോട്ടം തൊഴിലാളികൾ നൽകിയ പരാതിയിൽ മുണ്ടക്കയം പോലീസ് പി.സി. ജോർജിനെതിരെ കേസെടുത്തു. കൊലപാതക ശ്രമം, ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.